സുഭദ്ര വധക്കേസിൽ പ്രതികളെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുകയാണ്. തെളിവെടുപ്പ് സമയത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ശർമിള കാര്യങ്ങൾ വിവരിച്ചത്. പ്രതികളെ 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതേസമയം കോടതി വളപ്പിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ശർമിള പൊട്ടിക്കരഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, നാടിനെ നടുക്കിയ അതിക്രൂര കൊലപാതകമാണ്. അവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു മനസ്സിലാക്കുന്നു. തെളിവെടുപ്പ് പൂർത്തിയായോ? എന്താണ് സാഹചര്യം? അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാകും. കലവൂർ കോർത്തശ്ശേരിയിലെ വീട്ടിലെത്തിച്ചാണ് അന്വേഷണ സംഘം ഈ കേസിലെ സുപ്രധാനമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എത്തിച്ചത് മാത്യൂസിനെയാണ്. പിന്നീട് പുറകെയുള്ള വാഹനത്തിലാണ് ശർമിളയെ എത്തിച്ചത്. ആദ്യം മാത്യു എത്തി കുഴിയെടുത്ത ഭാഗത്ത് പോലീസിന് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. അതിനുശേഷം മാത്യുവിനെ വീടിനകത്തെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് ഈ വീടിന്റെ മുൻഭാഗത്തെ ഹാളിലാണ് ഈ കൊലപാതകം നടന്നതെന്ന് മാത്യു വിശദീകരിച്ചു. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് അവിടെ നിന്നും തൊട്ടടുത്തുള്ള ഒരു തോടിന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ വെച്ചിട്ടാണ് അവിടെ ഒരു തലയണ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ തലയണ ഇവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് സുഭദ്രയുടെ രക്തക്കറ പുരണ്ടതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. തുടർന്ന് ആ തലയണ അവിടെ നിന്ന് പോലീസ് കളക്ട് ചെയ്തു. പിന്നീട് ഇവരെ വീണ്ടും എത്തിച്ച് വീടിനകത്ത് എത്തിച്ചു. വീടിന്റെ പിൻഭാഗത്ത് അടുക്കള ഭാഗത്തായി ഇവരുടെ കഴുത്ത് ഞെരിച്ചിരുന്ന അല്ലെങ്കിൽ കഴുത്ത് മുറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഷോള് കത്തിച്ച നിലയിലുണ്ടായിരുന്നു. ആ ഷോളിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് വിഭാഗം ഇപ്പോൾ കളക്ട് ചെയ്ത് അതിന്റെ അവശിഷ്ടങ്ങളും അവർ എടുത്തിട്ടുണ്ട്. ഈ വീടിനകത്ത് ഇപ്പോഴും മാത്യുവിനെ കൊണ്ട് തെളിവെടുപ്പ് നടക്കുകയാണ്. സുഭദ്രയെ അവർ കൊണ്ടുപോയി. അതിനുശേഷം ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പിന്നീട് ഉടുപ്പിയിലേക്ക് ഇന്ന് വൈകിട്ട് തന്നെ അന്വേഷണ സംഘം ഇവരെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം സ്വർണ്ണാഭരണങ്ങൾ സുഭദ്രയുടേത് വിറ്റിട്ടുണ്ട്. അത് 2-3 തവണയായി എത്തി വിറ്റതായാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ എത്തി ഈ സ്വർണം റിക്കവർ ചെയ്യുക അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഈ കേസിലെ സുപ്രധാനമായ പല തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ഉപയോഗിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട്. ആലപ്പുഴ ഡിവൈഎസ്പിയുടെയും MNJSയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതികൾ ഈ പോലീസിനോട് കൊലപാതകം നടത്തി അടക്കമുള്ള വിവരങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കോടതി വളപ്പിൽ ഇന്ന് കസ്റ്റഡിക്ക് ശേഷം വിട്ടുകൊടുത്ത പ്രതികൾ ശർമിള വളരെ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരികയും താൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാധ്യമങ്ങളോടക്കം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ യാതൊരുവിധ ഭാവഭേദവും ഇല്ലാതെയാണ് കൊലപ്പെടുത്തിയതും ഒപ്പം തന്നെ കുഴിച്ചുമൂടിയതും അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിലെ 1-ാം പ്രതിയും ഈ കൊലപാതകത്തിൽ സുഭദ്രയുമായി വർഷങ്ങളായി അടുപ്പമുണ്ടാകുകയും ചെയ്തിരുന്ന ശർമിള വെളിപ്പെടുത്തിയതും കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊട്ടാരക്കര പള്ളിക്കൽ ആലുംചേരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. 63 വയസ്സുള്ള സരസ്വതി അമ്മയാണ് കൊല്ലപ്പെട്ടത്. സംഭവശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസിൽ കീഴടങ്ങി. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണം. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കിടപ്പ് അടുക്കളയ്ക്ക് തൊട്ടപ്പുറത്തെ മുറിയില്ല. അവരും ഭർത്താവ് അവരുടെ